الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس കാര്യങ്ങളൊക്കെ നീ എളുപ്പത്തിലാക്കി തരണേ അല്ലാഹ്. ചെയ്യുന്ന ജോലികളൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹു മഹാന്മാരുടെ കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരെല്ലാം ഏതെല്ലാം രൂപത്തിൽ പ്രവർത്തിക്കുന്നു അല്ലാഹുവേ കൺകുളിർന്ന് നീ പ്രതിഫലം നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا عليك توكلنا وإليك أنبنا وإليك المصير آمين برحمتك يا أرحم الراحمين وبفضلك صلى الله على അപ്പോൾ പ്രേക്ഷകരെ, നമ്മളുടെ കുണ്ടറ മക്കാം ഉറൂസിൻ്റെ ഭാഗമായിട്ട് തോണി ഇറക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കുണ്ടറ മക്കാമിൻ്റെ പരിസരത്ത് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരെ, കുണ്ടറ മക്കാം ഉറൂസിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ കടവിൽ നിന്ന് 2-3 തോണി കുണ്ടറ കടവിലേക്ക് മക്കാമിൻ്റെ ഉറൂസിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയാണ്, വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ ബൈരക്കുപ്പയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ ഉറൂസിന് വേണ്ടി വരുന്നവർക്ക് ഒരു 3 തോണി അവിടെ ഇറക്കുന്നതാണ് കേട്ടോ, കുണ്ടറ കടവിലെ. അപ്പോൾ ബൈരക്കുപ്പ കടവിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടുന്ന് ഏകദേശം 2 തോണി ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. 3ാമത്തെ തോണിയാണ് ഇട്ടത്. അപ്പോൾ 3 തോണി അവിടേക്ക് വരുന്ന ആളുകൾക്ക് 3 തോണിയിൽ പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ ഒരു ഫെസിലിറ്റിയാണ് ഇവിടുത്തെ ആളുകൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ വാഹനത്തിലേക്ക് കയറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈരക്കുപ്പ കടവിൽ നിന്ന് കുണ്ടറ മക്കാമിലേക്ക് ജനങ്ങൾക്ക് വേണ്ടി പോകാനുള്ള തോണി വാഹനത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുണ്ടറ മക്കാം ഉറൂസിൻ്റെ ഭാഗമായിക്കൊണ്ട് ബൈരക്കുപ്പയിലെ കടവിലെ തോണികൾ കുണ്ടറ കടവിലേക്ക് കൊണ്ടുപോകുന്ന മക്കാമിൻ്റെ ഉറൂസിനോടനുബന്ധിച്ചിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ ബൈരക്കുപ്പ കടവിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേരളത്തിലേക്ക് കടക്കുന്ന ഒരു കടവാണ്. അപ്പോൾ ഉറൂസിന്റെ ഭാഗമായിട്ട് കുണ്ടറയിലെ ഈ നാട്ടുകാർ മുഴുവനും വഞ്ചി ഇറക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരെ, വളരെ മനോഹരമായ ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ഈ നാട്ടിലുള്ള ആളുകൾ മുഴുവനും വഞ്ചി ഇറക്കുന്ന നാളത്തെ ഉറൂസിന് വേണ്ടിയിട്ട് ഈ ജനസാഗരം നാളെ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്കൊരു ആശ്വാസമായിട്ട് സഹായമായിട്ട് കുണ്ടറയിലെ നാട്ടുകാർ മുഴുവനും ഇവിടെ വഞ്ചി ഇറക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച് കഷ്ടപ്പെടുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് പ്രേക്ഷകരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ മുഴുവനും പരിശ്രമിച്ച് വണ്ടിയിൽ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയും ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ വഞ്ചി ഇറക്കാൻ. അപ്പോൾ ആ ഒരു കാഴ്ചയും നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ. വായപ്പുണ്ടി അതിൻ്റെ അടിയിൽ ഈ വഞ്ചി വെച്ച് അതിൻ്റെ മുകളിൽ ഈ വഞ്ചി വെച്ചിട്ടാണ് അവർ ഈ പുഴയിലേക്ക് ഇറക്കുന്നത്. അതിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ആളുകൾ മുഴുവനും ഈ തോണി ഇറക്കാൻ വേണ്ടിയിട്ട് ഹരോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരെ.
ഞാൻ ആട് വെട്ടുന്ന പോട്ടെ. രോഗങ്ങൾ ഈ തേനിന്റെ ബർക്കത്തുകൊണ്ട് നൽകാതിരിക്കട്ടെ. നമ്മളെ മക്കളൊക്കെ പഠിക്കുന്ന സമയമാണ്. SLC മറ്റും കുറേ ആളുകൾ വരാറുണ്ട്. പഠനത്തിന്റെ കാര്യം പറഞ്ഞു. കുട്ടികൾക്കൊക്കെ വലിയ വിജയം ഈ തേനെ കുടിച്ചിട്ട്. സ്ത്രീകൾക്ക് വേണമെങ്കിൽ സാധനം ഉണ്ടാക്കി കൊടുത്താൽ തേനെ കുടിച്ചിട്ട് അല്ലാഹു തആല നമ്മളെ മക്കൾക്ക് നല്ല ബുദ്ധി നൽകുമാറാവട്ടെ. എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും അല്ലാഹു ഈ തേൻ വലിയ ബർക്കത്തുള്ള തേനാക്കി തരട്ടെ. എന്ത് രോഗം ഉണ്ടെങ്കിലും അല്ലാഹു ഇതിൽ പൂർണ്ണമായ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല ഈ തേന കൊണ്ട് വലിയ ശിഫാ നൽകി അത്ഭുതങ്ങൾ കാണാൻ കഴിയട്ടെ. എനിക്ക് കുറെ അനുഭവങ്ങളുണ്ട്. ഞാൻ അനുഭവങ്ങളൊന്നും ഇവിടെ പറയുന്ന സദസ്സല്ല. എൻ്റെ അനുഭവം പറയാൻ പറ്റില്ല. ഒരു മഹാന്റെ ഹദറത്തിൽ വെച്ചായതുകൊണ്ട് വയറ്റിന്ന് പോവാതെ ബുദ്ധിമുട്ടുള്ള അവസ്ഥ അവിടെ പറഞ്ഞു. അല്ലാഹു തആല റാഹത്താക്കി കൊടുക്കട്ടെ. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയായത് അപ്പൊ ഇന്ന് കുണ്ടറ മക്കാം ഉറൂസിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ മക്കാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആളുകൾ മുഴുവനും സജ്ജമായി വാഹനത്തിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഇവിടുന്ന് ബൈരക്കുപ്പയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈരക്കുപ്പ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളാണ് അവിടേക്ക് പോകാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വർണ്ണാഭമായ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരെ, അവിടെ കാണുന്നതാണ് നമ്മുടെ ബൈരക്കുപ്പം ജുമാഅത്ത് പള്ളി. അവിടെ ഏകദേശം വാഹനങ്ങൾ 11ഓളം വാഹനങ്ങളാണ് ഇപ്പോൾ നമ്മളുടെ മക്കാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സജ്ജമായിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു മനോഹര കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാനാ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഈ മക്കാമിലേക്ക് ഒഴുകിയെത്തിയ ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഇവിടുന്ന് കർണാടകയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ. അപ്പോൾ ഏകദേശം ഒരു 8 മണി ആകുമ്പോഴേക്ക് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് അള്ളാൻ്റെ പടച്ചോൻ്റെ കാവലും കരുണയും എല്ലാവർക്കും ഉണ്ടായിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി എല്ലാവരോടും സ്നേഹം മാത്രം കേട്ടോ. നല്ല നല്ല കാഴ്ചകളുമായിട്ട് നമ്മൾ വരുന്നുണ്ട് മക്കളെ. പടച്ചോൻ്റെ കാവലും കരുണയും എപ്പോഴും ഏത് സമയത്തും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മളെ നാട്ടുകാരുടെ കൂടെയാണ് നമ്മൾ പോണത് കേട്ടോ. നമ്മളിതാ ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കാട്ടിലെ വീഡിയോ എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റൂല. അത് നമുക്ക് അലൗഡ് ഇല്ല എന്നാ പറയണത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ എടുക്കരുത് എന്ന് പറഞ്ഞേക്കണം. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും പുറത്തത്തെ കാഴ്ചകളൊക്കെ പരമാവധി നമ്മൾ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ല നല്ല കാഴ്ചകളാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു പ്രഭാത സമയമാണ്. നല്ല തണുപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ നാട്ടിൽ ഏകദേശം 38-40 ഡിഗ്രി ഹ്യൂമിഡിറ്റി കൂടിയപ്പോൾ ഇവിടെ ഈ പ്രഭാതം എന്ത് നല്ല സന്തോഷം നിറയുന്ന ഒരു കുളിരണിയിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം കാട്ടിലൂടെ തട്ടിത്തലോടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ആ കോടയുടെ ആ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. പച്ചപ്പ് നിറഞ്ഞ ഒരു നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ താണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മളുടെ നാട്ടുകാരും അതുപോലെ നാനാ ദിക്കുകളിൽ നിന്ന് വന്ന ആളുകൾ മുഴുവനും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ വളരെ എക്സൈറ്റ്മെന്റിലാണ് ഓലൊക്കെ നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് നല്ല നല്ല കാഴ്ചകളാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. ഇനി ചരിത്രമാണ് നമുക്ക്. അപ്പൊ കാട്ടിലൂടെ നമ്മൾ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഏകദേശം ഇനി ഒരു 5 കിലോമീറ്റർ കൂടി ഉണ്ട്. അവിടുന്ന് അങ്ങോട്ട് ചെങ്ങാടത്തിലൂടെ തോണിയിലൂടെ കാരണം നമ്മൾ മഹാനായ അബ്ദുൽ ബാരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മഖാമിലേക്ക് പോകുന്നത്. അൽഹംദുലില്ലാഹ് വളരെയധികം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു കാഴ്ച. ഒരു മഖാമിലേക്ക് ഇത്രത്തോളം എക്സൈറ്റ്മെന്റിലൂടെ പോകുന്നത്. അൽഹംദുലില്ലാഹ് സന്തോഷമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് ആയിട്ട് മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു മഖാമാണ് മഹാനായ അബ്ദുൽ ബാരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മഖാം. കുണ്ടറ മക്കാം എന്ന് പറയുന്ന ആ മക്കാം. കാട്ടിലൂടെ കൊടും വനത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിഡൻ സ്പോട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ലെവല്, നല്ല പച്ചപ്പ് നിറഞ്ഞ നാറ് നട്ടൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പാലക്കാട് ഏരിയയിലേക്ക് പോയാൽ ഇതുപോലത്തെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. നല്ലൊരു സാറ് സ്പോട്ട്, ഉഷാറ് കാഴ്ച. അത്
നമ്മളെ കുണ്ടറ മക്കാമിലേക്ക് പോകുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. റോഡിന്റെ രണ്ട് ഭാഗത്തും ഞാറ് നട്ട ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പച്ചപ്പ് നിറഞ്ഞ, നേരത്തെ നമ്മൾ കാണിച്ചത് ഒരു ഭാഗത്തായിരുന്നു, ഇപ്പൊ രണ്ട് ഭാഗത്ത്, അതിന്റെ നടുവിലാണ് റോഡ് പോകുന്നത് കേട്ടോ. നല്ലൊരു ഹിഡൻ അടിപൊളി സ്പോട്ടാണ്, ഒരു പ്രഭാത കാഴ്ചയാണ് കേട്ടോ. ഏകദേശം സൂര്യൻ ഉദിച്ച് ചെറിയ ചൂടാണ് ഇപ്പൊ നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 8-9 മണിയുടെ ഉള്ളിലാണ് കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ് നമ്മള് കുണ്ടറ മക്കാമിലേക്ക് പോകുമ്പോഴത്തെ ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. വളരെ മനോഹരമായ കാഴ്ച. അപ്പുറത്ത് വാഴത്തോട്ടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ നാറ് നടന്നതിന്റെ അപ്പുറത്ത്, പിന്നെ അപ്പുറത്ത് വാഴത്തോട്ടങ്ങൾ, അതിന്റെ പാടത്തിന്റെ വക്കത്ത് നല്ലൊരു അടിപൊളി വീടുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ നാട്ടിൻപുറത്തെ പണ്ട് ഒരു 20 കൊല്ലം മുമ്പത്തെ കാഴ്ച നമ്മളെ വീടുകളില്ലേ എന്നതുപോലത്തെ നല്ല വീടുകളാണ് നമ്മൾ കാണുന്നത്. അപ്പുറത്ത് നല്ല തെങ്ങും തോട്ടങ്ങളാണ് കേട്ടോ. തെങ്ങുകൾ പിടിപ്പിച്ച നല്ലൊരു ഹിഡൻ സ്പോട്ടാണ് കാണുന്നത്. പഴയ ഒരു വീട് കണ്ടല്ലോ, നമ്മളൊരു 20 കൊല്ലം മുമ്പ് നമ്മളുടെ കുഗ്രാമങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലത്തെ വീടുകളാണ് നമ്മൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ. അതിന്റെ അപ്പുറത്തൊരു ചെറിയ സ്കൂളാണ് കേട്ടോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു മനോഹരമായ കാഴ്ച. ചെറിയ പിഞ്ചു കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്, കർണാടക സ്കൂളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ മുഴുവനും ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മളിങ്ങനെ പോകുന്നത്. ആളുകൾ അത്ഭുതത്തോടു കൂടി കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഒരു സ്കൂളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കാട്ടിലൂടെ പോകുമ്പോൾ പഴയ നമ്മളുടെ ആളുകളുടെ വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചെറിയ നമ്മളുടെ ഒരു 20 കൊല്ലം മുമ്പ് നമ്മളെ നാടുകളിലൊക്കെ ജീവിച്ച ഒരു 25 കൊല്ലം മുമ്പത്തെ അതുപോലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഒരു നൊസ്റ്റാൾജിയാണ് നമുക്ക് കാണാൻ കഴിയണത് പ്രേക്ഷകര്. ആദിവാസി പാവങ്ങള് താമസിക്കുന്ന, കാട്ടിലൂടെ താമസിക്കുന്ന അവരുടെ ഒരു ഹിഡൻ സ്പോട്ടിലാണ് നമ്മളുള്ളത് കേട്ടോ. മണ്ണുകൊണ്ട് പടുത്ത പരകളാണ്, വീടുകളാണ് നമ്മൾ കാണുന്നത്. ആനയൊക്കെ നൈറ്റ് ആയാല് വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങണം. ഇവിടെ നിന്നും രാത്രി ആയാല് ഇരുടായാല് ആരും ഇതില് യാത്ര പോവില്ല. പിന്നെ ഇവരൊക്കെ യാത്ര പോകാന്നല്ലാതെ പുറത്തുനിന്ന് ആരും പോകൂല കേട്ടോ. ഈ രാവിലെ പ്രഭാതം കഴിഞ്ഞ് ഏകദേശം ആളുകൾ എത്തിയിട്ടുള്ളൂ. അപ്പൊക്കിന് സ്ത്രീകളുടെ തിരക്ക് തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരുടെ തിരക്കാണ് കേട്ടോ. അങ്ങ് അകലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊക്കെയാണ് പുരുഷന്മാരുടെ ആ നിരയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കറാമത്തിന്റെ കല്ല് കൊട്ടാരം നിർമ്മിച്ച മഹാനായ അബ്ദുൽ ബാരി റളിയല്ലാഹു അൻഹു, അതിന് ഫസ്റ്റ് ട്രിപ്പാണെന്നാ പറയണത്. അപ്പൊ അബ്ദുൽ ബാരി റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന വിശ്വാസികളുടെ ഒരു തിരക്കാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോ പോകുന്നത് കാട്ടിലൂടെയാണ് കേട്ടോ. മഹാനായ അബ്ദുൽ ബാരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മക്കാമിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ പവിത്രമേറിയ ഒരു മക്കാം ഷരീഫാണ്. വർഷത്തിൽ 2 പ്രാവശ്യം മാത്രമുള്ള ഈ മക്കാമിലേക്ക് സന്ദർശനം അലൗഡ് ഉള്ളൂ കേട്ടോ. കാരണം ഇത് കാട്ടിലൂടെയാണ് പോകുന്നത്. മഹാനവറുകളുടെ നിക്നെയിം അഥവാ അപരനാമം തന്നെ കാട്ടിലെ സുൽത്താൻ എന്നാണ് കേട്ടോ. അപ്പൊ കാട്ടിലാണ് മഹാനവറുകൾ മറവിട്ട് കിടക്കുന്നത്. മഹാനായ മടവൂർ ഷെയ്ഖ് സിയം വലിയുള്ളാഹി തങ്ങള് ഈ നാട്ടിലെ പള്ളിയിലേക്ക് വരികയും, അപ്പോ അവിടുത്തെ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ പള്ളി ഇവിടെ എവിടുന്നാ വരുന്നത്, എന്തിനാ വന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു ഈ നാട്ടുകാരോട്, ഇവിടെ കാട്ടിലൊരു ഒരു സുൽത്താൻ മറവിട്ട് കിടക്കുന്നുണ്ട്, അവിടെ വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു മഹാൻ ഉണ്ട് എന്ന് അറിഞ്ഞത് തന്നെ മഹാനായ സിയം വലിയുള്ളാഹി തങ്ങള് ഈ നാട്ടുകാരോട് പറഞ്ഞത് കൊണ്ടാണ്. അങ്ങനെ 6 ആൾക്കാര് തോണി കടന്നിട്ട് ഇവിടെ സന്ദർശിച്ചപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു മക്കാമുണ്ട് എന്ന് അറിഞ്ഞത്. അതിനുശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു മക്കാമുണ്ട് എന്ന് അറിയപ്പെട്ടത് കേട്ടോ. അങ്ങനെ മഹാനായ നമ്മളുടെ സുൽത്താനായ അബ്ദുൽ ബാരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മക്കാം ഷരീഫിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാടാണ് കേട്ടോ, വൻ കാടിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ കാഴ്ച നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം. അപ്പൊ നമ്മള് മക്കാമിലേക്ക് ഏകദേശം എത്താനായിട്ടോ. ഒരു വിശാലമായ ഒരു ഗ്രൗണ്ട് മോഡലാണ് കേട്ടോ. എന്താന്നറിയോ, കണ്ണെത്താ ദൂരത്തോളം അത്രത്തോളം ഉള്ള ഒരു വലിയ ഗ്രൗണ്ട്. ഏതാണെന്നുണ്ടെങ്കിൽ നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. എന്താ വേറെ ലെവല്. അപ്പോൾ അവിടെ ആനകളുണ്ടെന്നാ പറയണത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇപ്പൊ പോണ്ടാന്ന് പറഞ്ഞ, അപ്പൊ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യണ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ആളുകൾ എല്ലാവരും പോകാൻ പറഞ്ഞോ. അതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരും കേട്ടോ. ഇവിടെ നമ്മുടെ മഹാന്റെ ചാരത്താണ്, കാട്ടിലെ മഹാന്റെ ചാരത്താണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ആ ഒരു കാഴ്ചയാണ് ഇവരുടെ ഹക്ക് കൊണ്ട് നമ്മൾ അള്ളാഹു കൈച്ചിലാക്കട്ടെ എന്നാണ് പറയുന്നത്. വലിയ കറാമത്ത് കൊണ്ട് കല്ല് കൊട്ടാരം നിർമ്മിച്ച മഹാനാണ് മഹാനായ അബ്ദുൽ ബാരി റളിയല്ലാഹു അൻഹു തങ്ങൾ. അവരുടെ ആ ഒരു സ്പോട്ടിലാണ് നമ്മളുള്ളത്. നമ്മൾ മൗലൂദ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവിധ മദതും നമുക്ക് നൽകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരെ, ഇതൊരു വലിയ കൊടും കാടാണ് കേട്ടോ. ഇത് എന്താണ് വളരെ സന്തോഷമുണ്ട് ഇവിടെ എത്തിപ്പെടാൻ കഴിയുന്നതിൽ. അൽഹംദുലില്ലാ, നമ്മുടെ വർഷത്തിൽ 2 പ്രാവശ്യം മാത്രമേ ഉള്ളൂ ഇവിടെ ഓപ്പൺ ആകുന്നത് കേട്ടോ. കാരണം കൊടും കാട് ആയതിനാൽ വൈൽഡ് ആനിമൽസും എല്ലാം ഇവിടെ വരുന്നത് കൊണ്ട് 2 സമയം മാത്രമേ ഉള്ളൂ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈ വർഷത്തിൽ അൽഹംദുലില്ലാ നമുക്ക് വലിയ ഭാഗ്യമാണ്. നമ്മളുടെ ഭാഗ്യങ്ങളിൽ വെച്ച് ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത് 1ാമത്തെ ഭാഗ്യം ഈ മഹാനെ സന്ദർശിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് കേട്ടോ. അല്ലാഹു അവരുടെ മദതും പൊരുത്തവും നമുക്ക് അവൻ്റെ ഔദാര്യം കൊണ്ട് നൽകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവിടെ മൗലൂദ് സദസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ നിന്നും അഷ്ടദിക്കുകളിൽ നിന്ന് വന്ന ഒരുപാട് ആളുകൾ ഇവിടെ സംഗമിച്ചു നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം സന്തോഷം നിറഞ്ഞ കാഴ്ചയാണ്. വളരെ എന്താ പറയുക, നല്ലൊരു ആംബിയൻസ് ആണ്, അതുപോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. വളരെയധികം സന്തോഷമുണ്ട്. മാന് അതാ നേരെ നോക്കിയതാ, മഞ്ഞ അങ്ങനെ പോന്ന് 2 മാന്. കാടിന്റെ അടുത്തുണ്ട്. ആനതാക്കൂടാ, ആന എടോ അങ്ങോട്ടൊക്കെ 1 2 എത്ര ഇല്ലല്ല, 1 ഒരു കൂട്ടം. ഓ എന്താണ് എജാതിലേ ഇറങ്ങി സാധനങ്ങൾ ഇറങ്ങി സൂമിങ്ങിൽ ഇത് ചാടുകയാണേ. എന്താണ് അപ്പോൾ ആളുകൾ മുഴുവനും നിസ്സഹായമായിക്കൊണ്ട് വരി നിൽക്കുന്ന ഒരു സായാഹ്ന കാഴ്ചയാണ് നമ്മൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രതിസന്ധിയിലാണ് ആകെ. കാരണം ഒന്നുമില്ലെങ്കിൽ അടുത്ത വർഷം തോണികളുടെ എണ്ണം കൂട്ടുക, അതല്ലെങ്കിൽ ടെമ്പററി ഒരു പാലം ഇവിടെ വരിക. ഈ ഒരു ആഗ്രഹമാണ് നമുക്ക് ഇതിൽ പറയാൻ കഴിയുന്നത്. അപ്പോൾ ഏകദേശം 5 മണി കഴിഞ്ഞിട്ടോ. ആളുകൾ മുഴുവനും കാട്ടിൽ നിന്ന് മക്കാമിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ തോണിക്ക് വേണ്ടി അക്കരെ കടക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കുണ്ടറ മക്കാം പരിസരത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുണ്ടറ പുഴയിൽ നിന്ന് ആളുകൾ മുഴുവനും തോണിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം പ്രതിസന്ധി നിറഞ്ഞൊരു സാഹചര്യമാണ് കേട്ടോ. ആളുകൾ മുഴുവനും കുറേ സമയമായിട്ട് വെയിറ്റ് ചെയ്ത് പ്രതിസന്ധിയിലായി അവിടെ വരി നിൽക്കുന്ന, അങ്ങേയറ്റം വരി നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ 3 തോണികൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളത്. പക്ഷേ ആളുകൾ മുഴുവനും
ഒരു തോണിയിൽ ഏകദേശം 20 ആൾക്കാർക്കുള്ളൂ പോകാൻ പറ്റുക. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത വർഷം ഈ ഉറൂസ് നടക്കുമ്പോഴേക്കും ഒരു ടെമ്പററി, ഒരു താൽക്കാലിക പാലമെങ്കിലും അപ്പുറത്തേക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആളുകൾക്ക് നല്ല നിലയിൽ പോകാനും വരാനും നല്ലൊരു സൗകര്യം ഉണ്ടാകുമെന്ന് എനിക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അടുത്ത വർഷം ഒരു നല്ല പാലം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം, പ്രാർത്ഥിക്കാം എന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ചെറിയ വെറും 3 തോണി മാത്രമുള്ളൂ ഈ പുഴയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 5000-ഓളം വിശ്വാസികൾ ഈ മക്കാമിലേക്ക് ജാതി മതഭേദമന്യേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വളരെ പ്രതിസന്ധി എന്ന് പറയാം, വെറും 3 തോണികൾ മാത്രമാണ്. ആ തോണിയിലാണെങ്കിലോ വെറും 20 പേര് മാത്രം ഉള്ളു പോകാൻ കഴിയുക കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കുണ്ടറ മക്കാം പരിസരത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ മുഴുവനും വെയിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ.